നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് സഹിഷ്ണുതയുള്ളവരായി തീരുകയാണെങ്കിൽ, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അപ്പോൾ പാപം ചെയ്യരുത്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, വഞ്ചിക്കരുത്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നോക്ക്, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെ, അവരെ ഭീഷണിപ്പെടുത്താതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. യേശുവിനെ അവരെല്ലാവരും കൂടെ ക്രൂശിച്ചു. അവർ വിചാരിച്ചു അവർ ജയിച്ചെന്ന് വിചാരിച്ചു. കർത്താവ് അതെല്ലാം ന്യായമായി വിധിക്കുന്നവൻ്റെ പക്കൽ, പിതാവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. പിശാച് വിചാരിച്ചു ജയിച്ചെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ്റെ പരാജയത്തിൻ്റെ ദിവസമായിരുന്നു അന്നത്തെ ദിവസം. യേശു അവൻ്റെ തല തകർത്തു. ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു യേശു അതോടുകൂടെ അവസാനിച്ചു എന്ന്. എന്നാൽ മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. എല്ലാം നഷ്ടപ്പെടുമ്പോൾ, വലിയ കഷ്ടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, അതിൻ്റെ നടുവിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും.